ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഡൽഹിയിലെത്തി. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയലിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി ചെന്നതിന് ശേഷം തന്നെ നല്ല റഷാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയലിൽ. ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഈ മെമ്മോറിയലിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഇന്ദിരാഗാന്ധി യൂസ് ചെയ്തിരുന്ന സാരിയും ചെപ്പലും അതുകൂടാതെ ബാഗുമാണ്. ലാസ്റ്റ് ധരിച്ചിരുന്ന സാരിയാണ് ഇത്. ഈ സാരിക്ക് പ്രത്യേകതയുണ്ട്. കാരണം ലാസ്റ്റ് ഇന്ദിരാഗാന്ധിയുടെ ബഡനാലാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് ധരിച്ചിരുന്ന സാരിയാണ്. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ചെറുപ്പത്തിലത്തെ ഒരുപാട് ഫോട്ടോസുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഇന്ദിരാഗാന്ധിയുടെ മാരേജിൻ്റെ ഫോട്ടോസുകൾ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ സോണിയാഗാന്ധിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നതും രാഹുൽ ഗാന്ധിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നതും രാജീവ് ഗാന്ധിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം നമുക്ക് കാണാം. പേരക്കുട്ടിയായ രാഹുൽ ഗാന്ധിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഇന്ദിരാഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഇന്ദിരാഗാന്ധിയുടെ ഓരോ മീറ്റിങ്ങുകൾ പങ്കെടുത്തത്, പിന്നെ നമ്മൾ പ്രയറിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ചിരാത്, ഇന്ദിരാഗാന്ധി യൂസ് ചെയ്ത കണ്ണട, പേന, സ്റ്റാപ്ലെയർ, കത്രിക, അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് ഇന്ദിരാഗാന്ധി കളിക്കുന്നതും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇന്ദിരാഗാന്ധി ചെറുപ്പത്തിൽ സ്കൂളിലായിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധി എങ്ങനെയായിരുന്നു, അപ്പോൾ സ്കൂളിലായിരുന്നപ്പോഴുള്ള ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോസുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇന്ദിരാഗാന്ധി യൂസ് ചെയ്തിരുന്ന ഒരുപാട് ബുക്കുകൾ, ഇന്ദിരാഗാന്ധി ചെറുപ്പത്തിൽ എഴുതിയിരുന്ന ബുക്കുകൾ, വരച്ചിരുന്ന ബുക്കുകൾ എല്ലാം ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം. അതുകൂടാതെ ഇന്ദിരാഗാന്ധിയുടെ ഓരോ ഘട്ടങ്ങളിലായി ഇന്ദിരാഗാന്ധിക്ക് വന്ന ഓരോ മൊമെൻറ്റോകൾ, പിന്നെ ഇന്ദിരാഗാന്ധിയുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം നമുക്കിവിടെ കാണാം. പിന്നെ ഇന്ദിരാഗാന്ധി കൈകൊണ്ട് തന്നെ നെയ്തെടുത്ത ഒരുപാട് ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണാൻ പറ്റും. ഇന്ദിരാഗാന്ധി ഓരോരുത്തരെ വിസിറ്റ് ചെയ്തത്, ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയ ഓരോരോ സമ്മാനങ്ങൾ, ഇന്ദിരാഗാന്ധി സ്വന്തമായി നെയ്തെടുത്ത നെയ്ത്ത് സാധനങ്ങൾ, പിന്നെ ഇന്ദിരാഗാന്ധി യൂസ് ചെയ്തിരുന്ന ബോക്സുകൾ, ഇന്ദിരാഗാന്ധിയുടെ ഒരുപാട് മൊമെൻറ്റോസുകൾ, ഓരോന്നിൻ്റെ അടിയിൽ ഓരോന്നിനും എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷേ കൂടുതൽ നേരം നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അത്രയും ആൾക്കാരുണ്ട് അവിടെ ഇത് കാണാൻ വേണ്ടി. ഇന്ദിരാഗാന്ധിയുടെ എല്ലാം കാണാൻ, ഈ ഇന്ദിരാഗാന്ധിയുടെ ഓരോരോ ഫോട്ടോസുകളാണെങ്കിലും ഇന്ദിരാഗാന്ധി യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണെങ്കിലും കാണാൻ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് അധികം നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയാണ്, നല്ല ഭംഗിയുള്ള ഇന്ദിരാഗാന്ധിയെ നമുക്ക് കാണാം. നല്ല ഭംഗിയാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ ആ ഭംഗിയുള്ള ഇന്ദിരാഗാന്ധിയുടെ ഒരു നല്ല നല്ല ഫോട്ടോസുകൾ, ചെറുപ്പം തുടങ്ങിയുള്ള ഫോട്ടോസുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ദിരാഗാന്ധി യൂസ് ചെയ്തിരുന്ന ഷോളുകളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാം. ഇന്ദിരാഗാന്ധി പല പല ഷോളുകൾ കണ്ടു, കൈത്തറി കൊണ്ട് ഉള്ള ഷോളുകളാണ് ഇന്ദിരാഗാന്ധി യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഇന്ദിരാഗാന്ധി യൂസ് ചെയ്തിരുന്ന ബോക്സ്, ചെറിയ ബോക്സ്, കൊത്തുപണിയോടുകൂടിയുള്ള ബോക്സുകൾ, പിന്നെ ഇന്ദിരാഗാന്ധി വരച്ചിരുന്ന ഒരു പെയിൻറ്റിങ്, പിന്നെ ഇന്ദിരാഗാന്ധി സ്വന്തം കൈപ്പടയിൽ എഴുതിയ ബുക്ക്, പിന്നെ ഇന്ദിരാഗാന്ധിക്ക് പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന മൊമെൻറ്റോകൾ, പിന്നെ അതുകൂടാതെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. ഓർണമെൻറ്റ്സ് ഒക്കെ കിട്ടിയതാണെങ്കിലും പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന കോയിനുകൾ, ഇന്ദിരാഗാന്ധി കോയിനുകൾ കളക്ട് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കോയിനുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയ ഡിപ്ലോമ, ഓരോ സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാത്തിനും എക്സ്പ്ലനേഷനും ഓരോന്നിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ നേരം സൂം ചെയ്ത് അത് പകർത്തിയെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അത്രത്തോളം ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ചെറിയൊരു ജ്വല്ലറി ബോക്സൊക്കെ നമുക്ക് ഇവിടെ വെച്ച് കാണാം കേട്ടോ. ചെറിയൊരു ജ്വല്ലറി ബോക്സൊക്കെ ഉണ്ട്. അതുകൂടാതെ ഓരോ പത്ര കട്ടിങ്ങുകൾ, ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് എഴുതിയിരുന്ന പത്ര കട്ടിങ്ങുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധി ഓരോരോ ഫോട്ടോസുകൾ, ഓരോ ഫംഗ്ഷന് പങ്കെടുത്ത ഫോട്ടോസുകൾ, ഓരോ രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരോ മൊമെൻറ്റോകൾ, അതുകൂടാതെ നല്ല ഭംഗിയുള്ള കല്ലുകൾ വെച്ച വാളുകൾ, ഇതൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയിരുന്ന മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയിരുന്ന മൊമെൻറ്റോകളാണ്. അപ്പോൾ ഈ മൊമെൻറ്റോകളൊക്കെ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാം ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് രാജ്യത്തു നിന്ന് കിട്ടിയതാണ് ഓരോ മൊമെൻറ്റോസെന്നും അതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധി ഓരോ മീറ്റിങ്ങുകൾ പങ്കെടുത്തത്, ഓരോരുത്തർക്ക് വേണ്ടി ഇന്ദിരാഗാന്ധി ചെയ്ത ഓരോരോ കാര്യങ്ങൾ, ഇന്ദിരാഗാന്ധി എഴുതിയ കുറേ കോട്ടേഷൻസ്, ഇന്ദിരാഗാന്ധിയുടെ ബുക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. ഇന്ദിരാഗാന്ധി യൂസ് ചെയ്തിരുന്ന റൂം വളരെ ലളിതമായൊരു ജീവിതമാണ് നയിച്ചിരുന്നത്. അത് കാരണം തന്നെ റൂമിലാണെങ്കിൽ അധികം സാരികളൊന്നുമില്ല. അങ്ങനെ കുറച്ച് കൈത്തറിയുടെ സാരികളും കുറച്ച് ഇതൊക്കെയായിട്ട് ഇന്ദിരാഗാന്ധിയുടെ റൂമാണിത്. അതുകൂടാതെ ഇന്ദിരാഗാന്ധിയുടെ വർക്കിംഗ് റൂമാണിത്. ഈ വർക്കിംഗ് റൂമിൽ ഒരുപാട് ബുക്കുകൾ നമുക്കിവിടെ കാണാം. ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ബുക്കുകൾ റീഡ് ചെയ്യാനാണ്. അപ്പോൾ റീഡിംഗ് ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നത്. രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഇന്ദിരാഗാന്ധി. അപ്പോൾ ഒരുപാട്
ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇന്ദിരാഗാന്ധി പ്രയത്നിച്ചത് ബുക്കുകളിലൂടെ വായിച്ച അറിവുകളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന രാജീവ് ഗാന്ധി സെക്ഷനാണ്. അപ്പോൾ രാജീവ് ഗാന്ധി സെക്ഷനിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ മരിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധിയെ ദയിപ്പിക്കുന്ന ഫോട്ടോസുകളും എല്ലാമാണ് നമ്മൾ ആദ്യം തന്നെ രാജീവ് ഗാന്ധി സെക്ഷനിൽ കാണുന്നത്. അതിനുശേഷം രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയും നിൽക്കുന്ന ഫോട്ടോസുകൾ നമുക്ക് കാണാം. പിന്നെ രാജീവ് ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഫോട്ടോസുകൾ നമുക്ക് കാണാം. രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഫോട്ടോസുകൾ നമുക്ക് കാണാം. പിന്നെ നല്ല മനോഹരമായ പല ഫോട്ടോസുകളും രാജീവ് ഗാന്ധിയുടെ പല ഫോട്ടോസുകളും ചെറുപ്പം തുടങ്ങിയുള്ള ഒരുപാട് ഫോട്ടോസുകൾ, പിന്നെ പൈലറ്റ് ആയിരുന്നപ്പോഴുള്ള ഫോട്ടോസുകളും പൈലറ്റ് ആയിരുന്നപ്പോൾ ധരിച്ചിരുന്ന തൊപ്പിയും എല്ലാം ഇവിടെ. പിന്നെ അതുകൂടാതെ സ്റ്റാറുകളൊക്കെ കിട്ടിയത് ഏതൊക്കെയാണ്, ഒരുപാട് സ്റ്റാറുകളൊക്കെ രാജീവ് ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാറുകളൊക്കെ അവിടെ കാണാം. പിന്നെ സോണിയാഗാന്ധിയായിട്ട് എടുത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള മെമ്മറബിൾ ആയിട്ടുള്ള നല്ല ഫോട്ടോസുകൾ, മാരേജ് ഫോട്ടോസുകൾ, സോണിയാഗാന്ധിയായിട്ടുള്ള മാരേജ് ഫോട്ടോസുകളൊക്കെ കാണാം. പിന്നെ അതുകൂടാതെ ഇന്ദിരാഗാന്ധിയായിട്ടും രാജീവ് ഗാന്ധിയായിട്ട് നിൽക്കുന്ന ഫോട്ടോസുകൾ, രാഹുൽ ഗാന്ധിയായിട്ട് നിൽക്കുന്ന 2 കുട്ടികളെയും പിടിച്ചുള്ള ഫോട്ടോസുകൾ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫോട്ടോസുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് അവർ 2 പേരും കൂടി തമ്മിൽ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോട്ടോസുകളൊക്കെ കണ്ടു. രാഹുൽ ഗാന്ധിയും രാജീവ് ഗാന്ധിയും നിൽക്കുന്ന ഫോട്ടോസുകളും കാണാം. പിന്നെ രാജീവ് ഗാന്ധി ധരിച്ചിരുന്ന ലളിതമായ വസ്ത്രം തന്നെയാണ് രാജീവ് ഗാന്ധിയും ധരിച്ചിരുന്നത്. അപ്പോൾ വസ്ത്രം നമുക്ക് കാണാം. അതുകൂടാതെ രാജീവ് ഗാന്ധി ഒരുപാട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങുകളിലൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. ഒരുപാട് സ്റ്റേറ്റുകളിൽ ഓടി നടന്നാണ് രാജീവ് ഗാന്ധി മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിരുന്നത്. അതുകൂടാതെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻസൊക്കെ രാജീവ് ഗാന്ധി കൊടുക്കുമായിരുന്നു. അവസാനം രാജീവ് ഗാന്ധി യൂസ് ചെയ്തിരുന്ന ടൈപ്പ് റൈറ്ററാണ്. കൂടുതലായിട്ടും രാജീവ് ഗാന്ധി യൂസ് ചെയ്തിരുന്ന ടൈപ്പ് റൈറ്റർ വഴിയായിരുന്നു. അപ്പോൾ ടൈപ്പ് റൈറ്റർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സ്, പിന്നെ ഏറ്റവും അവസാനമായിട്ട് കാണുന്നത് രാജീവ് ഗാന്ധി അവസാനം ധരിച്ചിരുന്ന ഡ്രസ്സാണ്. അപ്പോൾ രാജീവ് ഗാന്ധി അവസാനം ധരിച്ചിരുന്ന ഡ്രസ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ ഷൂവ് നമുക്ക് കാണാൻ പറ്റും. ഷൂവും സോക്സും അത് മാത്രമാണ് രാജീവ് ഗാന്ധിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സോണിയാഗാന്ധിക്ക് സാധിച്ചത്. ഈ ഷൂവും സോക്സും ഉള്ളത് കൊണ്ടാണ്, അങ്ങനെയാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ബോംബ് ബ്ലാസ്റ്റിലാണ് രാജീവ് ഗാന്ധി മരിക്കുന്നത്. അപ്പോൾ അവസാനം രാജീവ് ഗാന്ധിയുടെ ചിതയുടെയൊക്കെ കുറച്ച് ഫോട്ടോസുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ രാജീവ് ഗാന്ധിയുടെ ഫോട്ടോസുകൾ എല്ലാം കണ്ട് നമുക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. കാരണം രാജ്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരന് ഇങ്ങനൊരു അവസ്ഥ. അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീലാകും. രാജ്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട രാജീവ് ഗാന്ധിയുടെ ഒരുപാട് ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോകും. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റായിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്നത് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയൊക്കെ താമസിച്ചിരുന്ന വീട്ടിൽ പ്രെയർ റൂമാണ്. അപ്പോൾ പ്രെയർ റൂം നമുക്ക് കാണാൻ പറ്റും. അവർ വീടിൻ്റെ ഉള്ളിൽ അവർ വെച്ചിരുന്ന ഫോട്ടോസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫോട്ടോസുകളൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസുകൾ അവരുടെ വീട്ടിൽ വെച്ചിരുന്ന ഫോട്ടോസുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ പ്രെയർ റൂം ആണെങ്കിലും നമുക്ക് കാണാം. പിന്നെ ഒരുപാട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത ഫോട്ടോസുകളും നമുക്ക് കാണാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു സൈഡിലും നമുക്ക് ഈ രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അവസാനം യൂസ് ചെയ്തിരുന്ന ഡ്രസ്സ് കാണാം. പിന്നെ രാജീവ് ഗാന്ധിയുടെ ഒരു ഫോട്ടോയും കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നതാണ് പ്രെയർ റൂം. പ്രെയർ റൂമിൽ എല്ലാ രൂപങ്ങളും ഉണ്ട് കേട്ടോ. അന്തോണി സുനാനുണ്ട്, കൃഷ്ണനുണ്ട്, അങ്ങനെ എല്ലാ രൂപങ്ങളുള്ള ഒരു പ്രെയർ റൂമാണ്. അപ്പോൾ പ്രെയർ റൂം കഴിഞ്ഞിട്ട് പിന്നെ അവർ ലിവിങ് റൂമും ഡൈനിങ് റൂമും എല്ലാം നമുക്ക് കാണാം. അപ്പോൾ എല്ലാ റൂമും നമുക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ ഗ്ലാസ് ഇട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് അത് വിസിബിളാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് നിന്നിട്ട് മൊമെൻറ്റോസ് മാത്രമല്ല, കൈത്തറിയിൽ ഇന്ദിരാഗാന്ധിയുടെ കൈത്തറിയിൽ നെയ്തെടുത്തിരിക്കുന്ന ഒരു പിക്ചർ നമുക്കവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയൊക്കെ ഇരുന്നിരുന്ന ഡൈനിങ് ഹാള്. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ ഇന്ദിരാഗാന്ധി അവസാനമായിട്ട് യൂസ് ചെയ്തിരുന്ന ഡ്രസ്സും കാണാം. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് അവിടെ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ഫോട്ടോസുകൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കാമായിട്ടുണ്ട്, ക്വയറ്റായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ചും കൂടെ നടന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്ന സ്ഥലമാണ്. അപ്പോൾ ആ ചില്ലിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിൽ വെച്ചാണ് ഇന്ദിരാഗാന്ധിയെ ബെഡൻ വെടിവെച്ച് കൊന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് കുറച്ച്
എന്നാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാണ്. ഇനി നമ്മൾ പോകുന്നത് ഗാന്ധി സ്മൃതിയിലേക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഗാന്ധി സ്മൃതിയൊക്കെ. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അവിടെ ഒരുപാട് ഫോട്ടോസുകളൊക്കെ നമ്മളാ നടന്നു പോകുന്ന എല്ലാ വഴികളിലും ഫോട്ടോസുകളും, പിന്നെ അതുകൂടാതെ ഇന്ദിരാഗാന്ധി കിട്ടിയ ഓരോ മൊമെൻറ്റോസ് ഞാൻ പറഞ്ഞല്ലോ, വലിയ മൊമെൻറ്റുകൾ ഒക്കെ ചില്ലിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടതിന് ശേഷം കണ്ടോ പണ്ട് കാർഗിലൊക്കെ ചെന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെന്നപ്പോൾ എടുത്ത ഫോട്ടോസ് ഉണ്ട്. നമ്മൾ അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ ഒരുപാട് ബുക്കുകളും നമുക്ക് ഇവിടെ നിന്ന് ബൈ ചെയ്യാൻ പറ്റും. പേനയുണ്ട്, മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ 20, 25, 30 രൂപ, അങ്ങനെ 100 രൂപയുടെ ടീഷർട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ മേടിക്കായിരുന്നു കീ ചെയിനൊക്കെ. അപ്പോൾ നമ്മൾ 2-3 ഐറ്റംസൊക്കെ മേടിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗാന്ധി സ്മൃതിയിലേക്കാണ്. അപ്പോൾ ഡൽഹിയിൽ തന്നെ നല്ല കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കുട്ടികളൊക്കെ ആണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗാന്ധി സ്മൃതി. അപ്പോൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ.